ഹലോ, നിസാറാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കുളത്തെ പറ്റിയിട്ടാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ കുളമാണ്. അപ്പോൾ പുത്തമ്പുരക്കൽ കുളം എന്നാണ് ഈ കുളത്തിന് അറിയപ്പെടുക. പാതായിക്കര ഈ കുളത്തിൽ കുളിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പണ്ട് കാലത്ത് പറയും പുത്തമ്പുരക്കൽ കുളത്തിൽ പോയി കുളിക്കുക എന്നുള്ളത്. ആ ഒരു കുളമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ കുളമാണ്. പെരിന്തൽമണ്ണ പാതായിക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഈ കുളമുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിൻ്റെ മക്കളായിട്ടൊക്കെ എൻ്റെ അനിയനും ഞാനൊക്കെ പാടായിട്ട് കുളിക്കാൻ വന്നതാണ്. അപ്പോൾ അവരാണിപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും നീന്തക്കം അത്ര വശമില്ലെങ്കിൽ പോലും നമ്മൾ കുപ്പിയും ഇതൊക്കെ കയറുമ്പോൾ കെട്ടിയിട്ട് നീന്തക്കം പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ നവാസ് ഇന്ന് ഫ്രീ ആയിരുന്നു. ഒന്ന് ഞായറാഴ്ച ലീവായതുകൊണ്ട് അവനൊക്കെ വിളിച്ചു വരുത്തി. അവനവൻ്റെ വീട് തന്നെ അപ്പുറത്ത് കാണുന്നത്. അവരെ തറവാട്ടുകുളമായിട്ടാണിത് നമ്മൾ അറിയപ്പെടുന്നത്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ കുറേ മെയിൻ്റനൻസൊക്കെ ചെയ്തു. സൈഡിലൊക്കെ വെട്ടുകല്ലുകൊണ്ടൊക്കെ കെട്ടി. ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട് വർക്കൊക്കെ. ഈ കുളത്തിൽ കുളിക്കാത്തവർ ആ പ്രദേശത്തിൽ ആരും ഉണ്ടാവുമെന്ന് നമ്മളെ ഇതിൽ തോന്നുന്നില്ല. അത്രയും ഫേമസ് ആയ ഒരു കുളമായിരുന്നു പുത്തമ്പുരക്കൽ കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും മോനും അനിയൻ്റെ മോനൊക്കെ പാടെ വന്നിട്ട് കുളിക്കുകയാണിത്. അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ ആങ്ങളുടെ മാന് 2-3 കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി. അവരൊക്കെ ചാടിനെയും ചങ്കോലത്തിനെയും മറിയണൊക്കെ കണ്ടപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഭയങ്കര അതിശയത്തോടെ എന്താ ഇങ്ങനെയൊക്കെ അവർ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവർ ഡെയിലി ഇതിൽ കുളിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. കണ്ടോ, ഇവളൊക്കെ ഇങ്ങനെ ചാടിനൊക്കെ കാണാം. നല്ല അടിപൊളിയാണ് അവന്. കണ്ടോ, അപ്പോൾ ഓരോ ആൾക്കാർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി കുപ്പിയൊക്കെ കെട്ടി കൊടുക്കുകയാണ്. അവൻ അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. മറ്റേ ആൾക്കാരെ നീന്തക്കം പഠിപ്പിക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് നവാസ്. അപ്പോൾ അവന് നമ്മളെ മോന് നീന്താൻ വല്ലാതെ വശമല്ല എന്നപ്പോൾ 2 കുപ്പിയൊക്കെ സംഘടിപ്പിച്ചു, കയറൊക്കെ കെട്ടി. അനിയൻ്റെ മോനാണ് ആ ചാടി വരുന്നത്. കുളം എന്ന് പറഞ്ഞാൽ അത്രയും ക്രിസ്റ്റൽ വെള്ളമാണ്. നമ്മൾ ഒരു കുളിച്ചുരുട്ടം കുളിച്ചാൽ പിന്നെയും കുളിക്കാൻ തോന്നും. അപ്പോൾ ആരെങ്കിലും ഈ കുളത്തിനെ പറ്റി കുളിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുളിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞാൽ ഇത് ഫുള്ള് കമൻറ്റ് കൊണ്ട് 5 കളിയായിരിക്കും. അത്രയും ഫേമസ് ആയൊരു കുളമാണ് പുത്തമ്പുരക്കൽ കുളം എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ അവൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ്റെ മോളാണ് ആ ചാടുന്നത്. അവൾ അത്രയും വെൽ എക്സ്പീരിയൻസുള്ള ഒരു മോളാണ്. അവൾക്ക് നീന്താൻ അറിയാം, അടിയിൽ കുറേ വെള്ളത്തിൻ്റെ അടി കുറച്ച് നിൽക്കാനറിയാം, ചങ്കോലുത്താനറിയാം, എല്ലാം ചെയ്യുക. ഇപ്പം നമ്മളെ മക്കളൊക്കെ വന്നിട്ടുണ്ടോ, ഒന്ന് നീന്തി കഴിഞ്ഞ് പുറത്ത് കരക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, നീന്തക്കം ഫസ്റ്റായിട്ട് പഠിക്കണ മക്കളെ. നീന്താൻ അറിയില്ലെങ്കിൽ വളരെ മോശപ്പെട്ടൊരു ബാഡ് ഇതായിരിക്കും. അപ്പോൾ നീന്താൻ എപ്പോഴും എവിടെയും ചാൻസ്